സൂപ്പർ പ്രൈം ടൈം തുടരുന്നു. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇവിടെ പിയേഴ്സൺ ചോദിക്കുകയായിരുന്നു, ഒരു CC അംഗത്തിനാണ് ഇങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. ഈ വീഴ്ചകളെ നിങ്ങൾ എന്തൊക്കെ ഓമന പേരിട്ട് ഓരോ തവണ അവധിക്ക് വയ്ക്കുകയുണ്ടായി? EP-യുടെ കാര്യത്തിൽ EP അധികാരത്തിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ EP-ക്ക് ധാരാളം ഇത്തരം വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അധികാരം വന്നിട്ടല്ല EP ദുഷിച്ചിരിക്കുന്നത്, പാർട്ടി സംവിധാനത്തിൽ നിന്നുകൊണ്ടാണ്. ഇവിടെ ഇപ്പോൾ ഭരണ സംവിധാനത്തിൽ ദുഷിച്ചെങ്കിൽ അതിന് നിങ്ങൾ നിവൃത്തി തേടിയിട്ടുണ്ട്. പക്ഷേ പാർട്ടി സംവിധാനത്തിൽ ദുഷിച്ചതിൻ്റെ പല രംഗങ്ങളുണ്ട്. EP ജയരാജൻ നായകനായിക്കൊണ്ട് അദ്ദേഹം ഇടയ്ക്ക് അണിയറയിലേക്കും പിന്നെ അരങ്ങത്തേക്കും വരികയുമാണ് ചെയ്തിട്ടുള്ളത്. അത് പാർട്ടി പരിശോധിച്ച് ഇനിയും തീർപ്പാക്കേണ്ട, പാർട്ടിയെ നേരിട്ട് ബാധിക്കുന്ന ഒരു ചോദ്യമല്ലേ അത്? EP-യെ ബാധിക്കുന്ന ചോദ്യമല്ല, നിങ്ങളുടെ പാർട്ടിയെ ബാധിക്കുന്ന ചോദ്യമാണത്. കമ്മ്യൂണിസ്റ്റുകാരൻ ഒരു തെറ്റും ചെയ്യാത്തവരെന്നുള്ളതല്ല. തെറ്റ് ചെയ്താൽ തെറ്റിൻ്റെ ഗ്രാവിറ്റി മനസ്സിലാക്കി അതിനനുസരണമായ ശിക്ഷ നൽകുക കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പാരമ്പര്യമാണ്. EP ജയരാജൻ്റെ ഭാഗത്തുനിന്ന് എപ്പോഴൊക്കെ അത്തരം പാർട്ടിക്ക് നിരക്കാത്ത തരത്തിൽ വിമർശന വിധേയമാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അപ്പോഴെല്ലാം പാർട്ടി അതിനനുസരണമായ ശിക്ഷയും നൽകിയിട്ടുണ്ട്. ഒരു ശിക്ഷയുമില്ല സർ, അത് ശരിയല്ല. ഞാൻ പറയാം, ശിക്ഷയെന്ന് പറയുന്നത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കലല്ല. തെറ്റ് കാണിക്കുന്നതിന് തെറ്റ് തിരുത്തി അയാളെ വീണ്ടും ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റായി കൊണ്ടുവരാൻ ശ്രമിക്കുക. പിയേഴ്സനും അറിയാം അതൊരു പാർട്ടിയുടെ കടമ. ശ്രീ ആനത്തലവട്ടം, ഇവിടെയാണ് പ്രശ്നം. ഇവിടെ പിണറായി വിജയൻ പാർട്ടിയുടെ നടുനായകനായിരിക്കുന്ന ദീർഘമായ കാലയളവിലാണ് EP-യുടെ പിഴവുകൾ ഒന്നൊന്നായി വന്നുകൊണ്ടിരുന്നത്. അന്ന് EP-ക്ക് നടപടിക്ക് വിധേയനാകേണ്ടി വന്നിട്ടില്ല എങ്കിൽ അന്നതിൻ്റെ സംരക്ഷണ സ്വഭാവം ഉണ്ടായിരുന്നത് പിണറായിയുടെ ഇടപെടലുകൾക്കാണ്. ഇന്നിപ്പോൾ പിണറായിക്ക് മറ്റൊരു പോംവഴിയില്ല. കാരണം സർക്കാർ എന്നത് ജനങ്ങളോട് ബാധ്യതപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് നടപടിയെടുക്കണം. അത് ജനകീയ സമ്മർദ്ദത്തിന് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്ന വിലയാണ്. മറ്റൊന്ന് പാർട്ടിയാണ്. പാർട്ടിക്ക് ജനങ്ങളോട് ബാധ്യതയില്ല എന്ന് നിങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കലുണ്ട്. ഈ ലാവലിനടക്കമുള്ള വിഷയങ്ങൾ വരുമ്പോൾ നിങ്ങളത് ആവർത്തിച്ചിട്ടുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ വരും. അവിടെയൊക്കെ നിങ്ങൾ ജനങ്ങളോട് ബാധ്യതയില്ല എന്ന് സ്വയം ഒരു നിലപാട് എടുത്തുകൊണ്ട് ഇത്തരം പുഴുക്കുത്തുകളെ വളരാൻ അനുവദിക്കുന്നു. അല്ല, ഞാൻ സൂചിപ്പിച്ചത് രണ്ട് സംഭവങ്ങളാണ് ജയരാജനെതിരെ ഈ മാധ്യമങ്ങളും എതിരാളികളും പറഞ്ഞു നടന്നത്. ഒന്ന്, സാന്റിയാഗോ മാർട്ടിനിൽ നിന്ന് ദേശാഭിമാനിക്ക് വേണ്ടി അഡ്വാൻസ് വാങ്ങിയത്. ദേശാഭിമാനിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും ഇന്ന് അതുപോലെ ഒരു ആളിൽ നിന്ന് അഡ്വാൻസ് വാങ്ങുന്നത് ശരിയല്ലെന്ന് പാർട്ടി ചർച്ച ചെയ്ത് അദ്ദേഹത്തിനെ ജനറൽ മാനേജർ സ്ഥാനത്ത് നിന്ന് മാറ്റി. രണ്ടാമതൊരു കാര്യം വന്നത് പ്ലീനം സംബന്ധിച്ച് ഒരു പരസ്യം വാങ്ങിയതാണ്. ഒരു അപകീർത്തിപ്പെട്ട ഒരു വ്യക്തിയുടെ നിന്ന് പരസ്യം വാങ്ങാൻ പാടില്ലായിരുന്നു. അതും വാങ്ങിയ തെറ്റാണെന്ന് പാർട്ടി കണ്ട് ശാസിച്ചു. ഞങ്ങൾ ഈ ശാസനയൊക്കെ എടുക്കുന്നത് നന്നാകാനാണ്, പാർട്ടി എടുക്കുന്ന നിലപാടുകൾ വീണ്ടും ആവർത്തിക്കാതിരിക്കാനാണ്. ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു നോട്ടക്കുറവോ പിശകോ വേണ്ടത്ര ജാഗ്രതക്കുറവോ കാണിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നടപടി സ്വീകരിച്ചത്. അല്ല, പക്ഷേ ശ്രീ ആനത്തലോട്ട് ഇപ്പോൾ കണ്ണൂരുള്ളവർ ഇപ്പോഴാണ് തുറന്നു പറയാൻ തുടങ്ങുന്നത്. അതായത് വെട്ടുകല്ലിനെതിരെ അവിടെ പ്രതിഷേധവും സമരവും ഉള്ളപ്പോൾ വെട്ടുകല്ലുകൊണ്ട് വീടുണ്ടാക്കി. പിന്നെ നിങ്ങളൊരിക്കലും ഈ നെൽവയലൊന്നും നികത്തലിനെതിരെ അതിനനുകൂലമായ നിലപാടെടുത്തിട്ടുള്ളൊരു പാർട്ടിയല്ലല്ലോ. EP അതും ചെയ്തു. EP-ക്ക് ഒരു സ്വകീയമായ രീതിയുണ്ട്, നോട്ടക്കുറവുകൾ അദ്ദേഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലുമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അനുവദിച്ചു കൊടുക്കപ്പെടുകയായിരുന്നു. ഞാനൊരൊറ്റ കാര്യം ചോദിച്ചോട്ടെ ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇന്ന് നിങ്ങൾ സർക്കാരായിരിക്കുന്നത് കൊണ്ട്, മുഖ്യമന്ത്രിയായി പിണറായി മാറിയിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് MC ജോസഫിന് ഒരു കത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഈ വിവാദം ഈ ഉച്ചസ്ഥായിയിൽ എത്തിയതുകൊണ്ടാണ് MC ജോസഫിന് ഒരു കത്ത് കൊടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നടപടി ഉണ്ടാകുമായിരുന്നു മുൻപുള്ള കാലത്തായിരുന്നുവെങ്കിൽ. അല്ല, ആർക്ക് കത്ത് കൊടുത്തെന്നാണ്? MC ജോസഫൈൻ കോടിയേരിക്ക് കത്ത് കൊടുക്കുന്നു. അല്ല, അത് പാർട്ടിയുടെ അകത്ത് പാർട്ടി ഒരു മെമ്പർ കത്ത് കൊടുത്തു ഉണ്ട്, ഒരു തെറ്റുമില്ല. പക്ഷെ മുമ്പാണെങ്കിൽ നടപടി കിട്ടി അവിടെ ഇരിക്കും. എങ്ങനെ? ഇവിടെ ഇപ്പോൾ നിങ്ങളെ പ്രതിരോധത്തിലാക്കുന്ന ഒരു വിവാദം വരുന്നു. ആ ഘട്ടത്തിൽ മാത്രമാണ് ജോസഫൈന് കത്ത് കൊടുക്കാൻ പറ്റുന്നത്. ഈ വിവാദത്തിന് മുമ്പും ജോസഫൈൻ അറിയാം ഈ കാര്യങ്ങൾ നടന്നുവെന്ന്. കത്ത് കൊടുത്തിട്ടില്ല. കാരണം പരിണതി മറ്റൊന്നായിരിക്കുമെന്നത് അവരുടെ മുൻകാല അനുഭവമാണ്. അതെല്ലാം ഈ പാർട്ടി വിമർശിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് അതെല്ലാം പറയാം. കത്ത് കൊടുക്കാൻ ഏത് പാർട്ടിയും ഞാൻ ആ കത്ത് കൊടുക്കാനുള്ള അഭിപ്രായം പറയാനുള്ള ചോദ്യം ചെയ്യാൻ തിരികെ എത്താം. ശ്രീ NM പിയേഴ്സൺ, ഇവിടെ ജോസഫൈൻ ഇപ്പോൾ കത്ത് കൊടുക്കാനുള്ള മനോബലം കിട്ടുന്നത് എന്തുകൊണ്ട്? ഇവിടെ ഇതിന് മുൻപ് തന്നെ, ഈ വിവാദങ്ങൾ വരുന്നതിന് മുൻപ് തന്നെയും അത് EP-യെ കേന്ദ്രീകരിക്കുന്നതിന് മുൻപ് തന്നെയും ഈ കാര്യങ്ങളൊക്കെ ജോസഫൈൻ അറിയാമായിരുന്നു എന്നത് എറണാകുളത്ത് നിന്ന് വരുന്ന ഒരു മുൻകാല പാർട്ടി പ്രവർത്തകൻ കൂടിയായ, പാർട്ടി ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന പിയേഴ്സൺ അറിയാമല്ലോ.
പക്ഷേ ഇപ്പോഴല്ലേ കത്ത് കൊടുക്കാനുള്ള ആത്മബലം കിട്ടിയത്? എന്തുകൊണ്ടാണ്? അപ്പോൾ CPM-ന് സർക്കാരായിരിക്കുമ്പോൾ മാത്രമാണ് ബഹുജന സമ്മർദ്ദത്തോട് ഉത്തരവാദമുള്ളത്. അപ്പോൾ മാത്രമാണ് നടപടിയിലേക്ക് അവർക്ക് നിർബന്ധിതരാകേണ്ടി വരുന്നത്. പാർട്ടി എന്ന നിലയിൽ അങ്ങനെയൊന്നും വേണ്ടാത്തൊരു അടച്ചുകെട്ടു വ്യവസ്ഥയാണ് അത് എങ്കിൽ, അങ്ങ് നേരത്തെ പറഞ്ഞല്ലോ ജനവിധി നൽകാൻ വേണ്ടി ജനം വീർപ്പുമുട്ടിയിരുന്നു എന്ന്. അങ്ങനെയെങ്കിൽ ചില വീർപ്പുമുട്ടലുകൾ ഈ ജോസഫൈൻ അടക്കമുള്ളവർക്കുണ്ടായിരുന്നില്ലേ? അത്തരം വീർപ്പുമുട്ടലുകൾ എന്ന് പറയുന്നത് ഈ പാർട്ടിക്കകത്ത് പല കാലഘട്ടങ്ങളിലായിട്ടുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. പാർട്ടിയുടെ അച്ചടക്കം എന്ന് പറഞ്ഞ് പാർട്ടിക്കകത്ത് മാത്രം കാര്യങ്ങൾ പറയുക, വലിയ തരത്തിൽ തെറ്റുകൾ ചെയ്യുന്നവർക്ക് നേരെ പാർട്ടിക്കകത്ത് സംസാരിക്കുന്നു, പക്ഷേ നടപടികൾ ഉണ്ടാകുന്നില്ല. അങ്ങനെ നടപടികൾ ഉണ്ടാകാതിരിക്കുമ്പോൾ കരുത്തരായിട്ടുള്ള ആളുകൾ അത് പുറത്തു പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ പുറത്തു പറഞ്ഞവർ പുറത്തു പോവുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് മാറ്റം വരേണ്ട ഒരാവശ്യകത ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അകത്ത് പറയേണ്ടത് അകത്ത് പറയുകയും അത് അകത്ത് പറഞ്ഞിട്ട് പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പുറത്ത് പറയുകയും അത് പരിഹരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് EP ജയരാജൻ്റെ കാര്യത്തിൽ ഒരു ലോക്കൽ കമ്മിറ്റിയിൽ നിന്ന് ഉയർന്നു വന്നതായിട്ടുള്ള അഭിപ്രായ പ്രകടനം ജനാധിപത്യ പ്രക്രിയയുടെ വലിയ ഒരു സംവിധാനമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. സെൻട്രലൈസ്ഡ് ഡെമോക്രസി എന്ന് പറയുന്നത്, കേന്ദ്രീകൃത ജനാധിപത്യം എന്ന് പറയുന്നത് സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ആ തരത്തിൽ താഴെത്തട്ടിലായിട്ടുള്ള ജനങ്ങളുടെ അഭിപ്രായങ്ങളെ സ്വാംശീകരിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് നേതൃത്വം പാകപ്പെടേണ്ടതുണ്ട്. അങ്ങനെ പാകപ്പെട്ടു എന്ന് കരുതപ്പെട്ടതായിട്ടുള്ള ഒരു അവസരത്തിൽ വളരെ സുരക്ഷിതമായിട്ട് മാത്രമാണ് ജോസഫൈൻ ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു കത്ത് കൊടുത്തത്. അങ്ങനെ കത്ത് കൊടുക്കാനായിട്ട് കഴിയുന്ന തരത്തിലേക്ക് ജോസഫൈനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഈ ബഹുജന അഭിപ്രായ പ്രകടനവും സമ്മർദ്ദവും തന്നെയാണ് എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, പാർട്ടി പ്രവർത്തകരെ ഏറ്റവും കൂടുതൽ ആഹ്ലാദിച്ചൊരു ദിവസമാണെന്ന്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ ശബ്ദത്തിന് വിലയുണ്ട് എന്ന് പാർട്ടി പിയേഴ്സൺ ശ്രീ ആനത്തലവടം ചൂണ്ടിക്കാട്ടുന്നത് ചെറിയ ചെറിയ പിഴവുകൾ, അതും വ്യക്തിപരമായ ലാഭത്തിന് വേണ്ടിയിട്ടല്ലാത്ത നോട്ടക്കുറവുകൾ, അതിനുമേലുള്ള നടപടികൾ എടുക്കാവുന്ന തലത്തിൽ എടുത്തിട്ടുണ്ട് പാർട്ടി എന്നാണ്. ഇവിടെ ഇപ്പോൾ അങ്ങനെയല്ലാത്ത തരത്തിലുള്ള ഒരു ഭരണ ദുർവിനിയോഗം വന്നിരിക്കുന്നു എന്ന് പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം പുതിയ രൂപത്തിൽ EP-യെ മനസ്സിലാക്കാൻ പോവുകയാണോ? ഉചിതമായ കർക്കശമായൊരു നടപടിയെടുക്കാനുള്ള ആദ്യ അവസരം EP-യുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാത്രമേ കൈവന്നിട്ടുള്ളൂ എന്ന ഒരു അവധി, എന്ന ഒരു അവസരം കൊടുക്കൽ പിയേഴ്സൺ ഇക്കാര്യത്തിൽ പാർട്ടിക്ക് നൽകുന്നുണ്ടോ? ഒരിക്കലും ഞാൻ നൽകുന്നില്ല. കാരണം ഒരു സഖാവിനെ നിരന്തരമായിട്ട് നിരീക്ഷിച്ചിട്ട് തന്നെയാണ് പാർട്ടി വളർത്തിക്കൊണ്ടുവരുന്നതും വലുതാക്കിക്കൊണ്ടുവരുന്നതും. ആ സമയത്തൊക്കെ എങ്ങനെയാണ് ആ പാർട്ടി സഖാവിൻ്റെ രാഷ്ട്രീയ കൺസെപ്റ്റ് എന്ന് പറയുന്നത്, രാഷ്ട്രീയ പരികൽപ്പന എന്ന് പറയുന്നത് രൂപപ്പെടുത്തുന്നതെന്ന് നിരീക്ഷിക്കാനായിട്ടുള്ള ബാധ്യതയും ഉത്തരവാദിത്വവും പാർട്ടിക്കുണ്ട്. കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പാർട്ടി പ്രവർത്തകർക്കും മനസ്സിലായിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കേന്ദ്ര നേതൃത്വത്തിനും പോളിറ്റ് ബ്യൂറോയിലുള്ളവർക്കും മനസ്സിലാകാതെ പോയത് എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട് ഇങ്ങനെയായി? തീർച്ചയായിട്ടും അതാണ് ശരി, അത് വലിയ ചോദ്യമാണ്. ഞാൻ ഒരു ഇടവേളയിൽ കൂടി പോവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ എത്താം.